ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താ ഈ കാട്ടിക്കൂട്ടണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. നമ്മുടെ വൈക്കത്തൂർ അമ്പലത്തിൽ മഹോത്സവമാണ് കേട്ടോ ഒന്ന്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുക. രാവിലെ നമ്മൾ പോയത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ വൈകിട്ട് ഇന്ന് ലാസ്റ്റ് ദിവസത്തെ പൂരാണ് കേട്ടോ. ഒന്ന് ഗാനമേളും കാര്യമൊക്കെ ആയിട്ട് ഗംഭീരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പ്രഹസനാണ് ഈ കാണുന്നത്. ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ എനിക്ക് പറ്റണ പോലെയുള്ളത് കാണിക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. ആദ്യം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുളി കഴിഞ്ഞ് വന്ന് തല നനച്ചു കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ നമ്മളിന്ന് ചിക്കൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അമ്പലത്തിലേക്ക് വൈകിട്ട് കയറില്ല. എങ്കിൽ കൂടെ കുളി കഴിഞ്ഞിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ അത് കാരണം മുടി ഉണങ്ങാത്തതുകൊണ്ടാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെയെന്ന് കുളി കഴിഞ്ഞ പാട് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ വാരി വലിച്ച് കെട്ടിയിട്ട് സൺസ്ക്രീനാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചത്. അത് ആദ്യം ഫേസിലിട്ടതിൻ്റെ ശേഷം പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക. ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരു ഓക്കെ സംഭവം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തോന്നും കേട്ടോ. മറ്റേത് എന്തോ പോലെ തോന്നും, എവിടേക്കോ ഒരു ഫിനിഷിങ് കുറവ് പോലെ തോന്നും കേട്ടോ. അപ്പോൾ കുറേ വെയിൽ കൊണ്ടിട്ട് മുഖമൊക്കെ ടാൻ അടിച്ചിട്ട് ആകെ കൂടെ കൊളായിട്ടിരിക്കുക. നമുക്ക് പേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ കാണിക്കും. ഞാനൊരു ഡെയിലി അല്ല, നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്, പെട്ടെന്ന് ചെയ്യുന്ന കാര്യമല്ല. എങ്കിൽ കൂടെ ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടാണ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ ചെയ്യുന്നില്ല അതുകൊണ്ട്. അപ്പോൾ അതാ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഇട്ടിട്ട് പിന്നെ കണ്ണെഴുതി കൊടുത്തു, പൊട്ട് വെച്ചു, ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. പിന്നെ ഇനി മുടി എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ലാസ്റ്റ് വെച്ചിട്ട്. ഇതാണ് എൻ്റെ മുടി കെട്ടൽ കേട്ടോ. ഒരു റീലിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക്, ആ കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയിൽ പറയണ പോലെ കുന്നോളം നെറ്റിൻ്റെ ഈ നെറ്റി വരണം നമുക്ക് തറവാടിത്താണെന്ന് പറയണ പോലെ എനിക്ക് നല്ലോണം നെറ്റിയുള്ള കാരണം എങ്ങനെ മുടി കെട്ടിയാലും എനിക്ക് ശരിയാവില്ല. മറ്റേത് ആദ്യമൊക്കെ ഞാനിങ്ങനെ സൈഡ് വഴ വിട്ടിട്ടാണ് കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇങ്ങനെ കെട്ടി ഈ ചൂടായിട്ട് ഇപ്പോൾ പിന്നെ ഇതാണ് ഏറ്റവും എളുപ്പം. എങ്ങനെ എന്തൊക്കെ ഡ്രസ്സാണെങ്കിലും ഇത് ഇങ്ങോട്ട് വാരി വലിച്ച് കെട്ടി കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് കേട്ടോ. ചൂടും പൊക്കിയൊന്നും എടുക്കില്ലല്ലോ. അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ സ്ഥിരം ഉള്ള ആ ചെയ്യുന്ന ഇത് ഒരുപാടായിട്ട് എൻ്റെ അടുത്ത് നാശാവണേ ഇല്ല, കളറും പോണില്ല. അതുകൊണ്ട് സുഖമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. കമ്മൽ പിന്നെ നമ്മൾ ഡെയിലി ഇടുന്ന ആ കമ്മൽ തന്നെയാണ്. 15 രൂപയ്ക്ക് നമ്മൾ അന്ന് എവിടുന്നോ ഒന്ന് വാങ്ങിയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ സ്വാമിക്ക് വിളക്ക് വെച്ചിട്ട് പോവാം. എവിടെ പോവുകയാണെങ്കിലും കറക്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് വിളക്ക് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ അതാ ഇനി വിളക്കും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നേ നമ്മളിപ്പോൾ കേക്കും ചായയൊക്കെ കുടിച്ചു. ശരണ്യ വന്നിട്ടുണ്ട് കേട്ടോ. ശരണ്യയും കുട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് മന്തിയൊക്കെ കൊടുത്തു. അവളും ഒന്ന് മേലെഴുകി കുട്ടീനൊക്കെ കുളിപ്പിച്ചിട്ടാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത്. ശരത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോയിൽ നമ്മളെല്ലാവരും കൂടെയാണ് കേട്ടോ പോണത്. ഷാജേട്ടൻ വർക്ക് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അമ്മയൊന്നും ഇല്ല കേട്ടോ, അമ്മ വരണില്ല എന്ന് പറഞ്ഞു. എഴുത്തിയൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്കാണ്. അപ്പോൾ അത് കാരണം അമ്മ ഇല്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നാളെ എടത്തിയമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് അമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ അല്ലാട്ട് ഇന്ന് പോവും. ഇന്ന് അവിടെ ഉത്സവം. അതുകൊണ്ട് അമ്മ വന്നില്ല, നമ്മൾ മാത്രമേ പോകണുള്ളൂ. അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കണ്ണൻകുട്ടി ഇന്ന് കളിക്കാൻ പോകണ്ട, നമുക്ക് നേരത്തെ പോകാമെന്നൊക്കെയാണ് ഞാൻ പൂരത്തിന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് പിന്നെ അത്രയും നേരത്തെ പോയിട്ട് വെറുതെ പോസ്റ്റ് ആവണ്ടല്ലോ വിചാരിച്ചിട്ട് അവൻ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങണം. അപ്പോഴേക്കും ഞങ്ങളൊക്കെ പുറത്തിറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ടാണ് പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഇവറ്റ രണ്ടും എപ്പോൾ കണ്ടാലും അടിയാണ്. വെറുതെ അടിയിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം കൊണ്ടാണ് അങ്ങോട്ട് ഉന്തും തള്ളും തോടലും മാന്തലും പിച്ചലും ഒക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ അതാ വിറ്റകളൊക്കെ ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഓട്ടോയിൽ ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ നടക്കുകയാണെന്ന് വെച്ചാൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഹൈസ്കൂളിലേക്കൊക്കെ നടക്കുക ചെയ്യാറ്. പണ്ടൊക്കെ പൂരത്തിനൊക്കെ നടക്കുക കേട്ടോ ചെയ്യുക. നമ്മുടെ വീട്ടിൽ നിന്ന് വൈക്കത്തൂർ അമ്പലത്തിലേക്ക് അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് പാടത്ത് കൂടെ. നമ്മളവിടെ ചെന്നപ്പോൾ ഇതാ വരവും കാര്യങ്ങളൊക്കെ കയറിയിട്ട് ആളും ബഹളമൊക്കെ ആയിട്ട് തിരക്കായിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യമൊന്നും പൂരത്തിൻ്റെ അന്ന് സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വൈകിട്ട്. ഇപ്രാവശ്യം ഗാനമേള ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ ഗാനമേളയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും താട്ടൻ്റെ വരുന്നു എൻ്റെ ഏട്ടൻ. അതാണ് താട്ടൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ താട്ടൻ വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ രാത്രിയിൽ ഫുഡുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വട്ടം ചുറ്റി നിൽക്കുന്നത്. പക്ഷേ അത് കഴിക്കുമ്പോഴേക്കും ഇവിടെ ഗാനമേള തുടങ്ങുക വെച്ചിട്ടാണ്. ഇതെൻ്റെ മേമയുടെ മോളും കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവർ വന്നിട്ട് ഈ കുട്ടീനോട് പറയാം, ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബറാണെന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ആരാന്ന് അറിയുമോ? നമ്മളുടെ വല്യമ്മയാണ് ഞാൻ. അപ്പോൾ ആ കുടുംബം അറിയാമെന്നൊക്കെ അച്ഛാ നോക്കിയോ കണ്ടത്. അങ്ങനെ കുറേ നേരം നമ്മളൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെയും ഞങ്ങൾ അവിടെ ചുറ്റിപ്പറ്റി നിന്നു കേട്ടോ. അവരുടെ ഗ്യാങ്ങിൻ്റെ കൂടെ അങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെ 3-4 എണ്ണം കൂടെ അവിടെ ഇരുന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും ഇവിടെ മരുന്ന് പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. എന്ത് രസമായിരുന്നു എന്നറിയോ. വെടിമരുന്നും കാര്യമൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കൺകുളിർക്കെ കാണാൻ വേണ്ടിയിട്ട് വർണ്ണവിസ്മയം എന്ന് പറയില്ലേ, അതന്നെ വർണ്ണവിസ്മയം തന്നെ. സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങി ഗാനമേള. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എനിക്ക് ട്രൂപ്പിൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ സോറി. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. എൻ്റെ ബർത്ത്ഡേ ഞങ്ങളങ്ങോട്ട് പൊളിച്ചു. എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ വീട്ടിലും ആഘോഷിക്കാൻ പറ്റി. പിന്നെ ഗാനമേളയും ഈ പറഞ്ഞ പോലെ വർണ്ണവിസ്മയം എല്ലാം കൂടെ ആയിട്ട് സൂപ്പറായിരുന്നു. ഗാനമേളയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം അടുത്തൊന്നും ഇത്രയും സൂപ്പറായിട്ടുള്ളൊരു ഗാനമേള ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്രയും കിടുക്കാച്ചയായിരുന്നു കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഗാനമേളയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട്
ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. അവരിങ്ങോട്ട് ശരത്തൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് അവർ പോയി. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങിയിട്ട് ഇരിക്കാൻ വേണ്ടി നല്ലോണം നേരം വൈകിട്ടോ. ഷാജേട്ടൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു വർക്കിന്. അപ്പോൾ ചായക്കൊന്നുമില്ല, ചപ്പാത്തിയോ ഒന്നുമില്ല. ചപ്പാത്തി അല്ല, എന്താ പറയുക, റവയോ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്നൊന്നും തട്ടിക്കൂട്ടി ഉണ്ടാക്കണം, ബ്രെഡും ഇല്ല. അപ്പോൾ കണ്ണൻകുട്ടി പോയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് അവൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ പോയി വന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ നീറ്റ് ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ വിചാരിച്ചു ഉച്ച മുതൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ അയ്യോ ഇന്നലെ നമ്മൾ പോണത് എടുത്തൂല്ലോ, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് രാവിലെ തന്നെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇന്നലെ രാവിലെ അല്ല, ഇന്നലെ വൈകിട്ട് പോകുമ്പോഴും നല്ല കുളിച്ച് പോയി വന്നിട്ട് നട്ടപ്പാതിരയ്ക്ക് മേലെ എഴുതിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം ഏതായാലും നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഫുഡൊക്കെ ആക്കിയിട്ട് വേഗം സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കുളിക്കാന്നുള്ളത് കേട്ടോ. കഴിക്കാനും ഉച്ചയ്ക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് കാന്നൊക്കെയാ പറയണത്. ഉച്ചയ്ക്ക് കറി വെക്കാൻ വേണ്ടിയിട്ടും കാര്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ മീൻ വാങ്ങണമല്ലോ, ഇപ്പം 2 ദിവസമായിട്ട് ചിക്കൻ ഉള്ള കാരണം എന്തെങ്കിലും നമുക്ക് താളിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവാന്ന് നോക്കട്ടെ എന്താ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്തേക്ക് കാണാം. അപ്പം ഇനി ചായ കൊണ്ടുവന്നിട്ട് നമുക്ക് ചായ കുടിച്ചാലൊരു ഉഷാറ് വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരുപ്പി കുളിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയത് കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ ഒന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങളെല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ നീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. താഴേക്ക് ഇങ്ങനെ നോക്കണതേ, അവിടെ പച്ചക്കറി കൊട്ട ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പം അതാണ് അങ്ങോട്ട് ഇങ്ങനെ പോണത്. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ചായ കുടിച്ചിട്ട് ഇത് പൂജിട്ട് ഇട്ടത് നിങ്ങളെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടോ. ഒരു 8 ദിവസം കൊണ്ട് അലക്കൽ കഴിഞ്ഞപ്പോഴത്താ പോയ പോലെ പോയി. ഇട്ടെന്നായിരുന്നു കേട്ടോ, പക്ഷെ ഒക്കെ പോയി. ഇതിൻ്റെ ഭംഗി ആ ഇട്ട സമയത്ത് കഴുകിയിട്ട് ഞാൻ എടുത്തില്ല, വീഡിയോ എടുത്തില്ല, മറന്നു. അപ്പം അങ്ങനെ നമുക്കിനി ചായ കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നല്ല പ്രോഗ്രാം ഈനായിരുന്നു. ഞാൻ ഫസ്റ്റിൽ നമ്മൾ ഇടുമ്പോൾ നിങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ കാണുമല്ലോ. എന്നാലും പറയാണ്ടിരിക്കാൻ വയ്യ, അത്രയും അടിപൊളിയായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ഞാനങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തു. ആരെന്നെ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിലും ഭഗവാന്റെ പ്രോഗ്രാം അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ സെറ്റായി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമുക്കിനി ചായ കുടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടി പറയണമല്ലേ. ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ പൊറോട്ടയും സാലനക്കറിയൊക്കെ എത്തിയിട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നല്ലോണം നേരം വൈകി വെച്ചാൽ ഇന്നലത്തെ ഗാനമേളയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന് നമ്മൾ ഫുഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരികയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് ശരത്തും കുട്ടികളൊക്കെ കഴിച്ചിട്ടാണ് പോയത്. നമ്മളും ഇവിടുന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി കുളിച്ചിട്ട് പിന്നെ എണീക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നേരം വൈകി. പിന്നെ വേറെ രക്ഷയൊന്നുമില്ലല്ലോ. അപ്പോൾ ഓരോ പൊറോട്ട അങ്ങോട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. എനിക്കൊരു പൊറോട്ട മതി പറഞ്ഞു കേട്ടോ. പിള്ളേർക്കൊക്കെ 2 പൊറോട്ട മേടിച്ചിട്ട് അടിപൊളി സാലനായിരുന്നു കേട്ടോ. കുറ്റം പറയാനൊന്നുമില്ല, കറിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇരുന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അപ്പോൾ ഒക്കെ പറയണത് ആ ഗാനമേളയുടെ കാര്യമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് നോർമലി ചേച്ചിമാരൊക്കെ എന്ത് കളിയായിരുന്നു എന്നറിയോ. അടിപൊളി ഏട്ടന്മാരും 2 ഏട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ. അത് കഴിയോളം കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടില്ലേ നമ്മുടെ ഫോൺ അങ്ങോട്ട് ചത്തു, അല്ലെങ്കിൽ അതൊക്കെ വീഡിയോയിൽ പിടിക്കുക. എവിടെ നമ്മളിപ്പോൾ ആഗ്രഹിച്ച് പോണ ഒരു കാര്യമാണെങ്കിൽ അത്രയും പോകണ കാര്യമാണെങ്കിൽ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഒരു പൊട്ട സ്ഥലത്തേക്കാണ് പോകണില്ലെങ്കിൽ ഒരു കാണുന്ന വെച്ചാൽ അന്ന് ഫുൾ ചാർജ് ആയിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് കേട്ടോ, ഇന്നലെ കേട്ടോ. അത്രയും സൂപ്പറായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് രാത്രി ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റിയില്ല. ഫുഡൊന്നും വേണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നു കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു ഗാനമേള. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇനി ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ടേബിൾ ഷീറ്റ് മാറിയപ്പോൾ തന്നെ ഇവിടെ എന്തോ ഒരു വെളിച്ചം വന്ന പോലെ കേട്ടോ, ഒരു പ്രത്യേക ഒരു ഫീൽ. എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും ചെരിച്ചിടാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടം. അപ്പോൾ കിച്ചണിലെ കാര്യമായാലും ബെഡ്റൂമിലായാലും നമുക്കൊരു പുതിയൊരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് തോന്നും. കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുകയാണെങ്കിലും ഇനിയിപ്പോൾ ഒരു കർട്ടൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കൂടെ എനിക്ക് എന്തോ ഒരു പോസിറ്റീവായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാച്ചും ചെരിച്ചൊക്കെ ഇടാറുള്ളത്. ഈ ടേബിൾ ഷീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസമായി ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. കയ്യിൽ ഇങ്ങോട്ട് എത്താത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഷാജേട്ടൻ ഇപ്പോൾ ഈ ഫുഡിൻ്റെ പരിപാടി എന്നങ്ങനെ വിടാമെന്നുള്ളൊരു പരിപാടി, അത് ഞാൻ വിശദമായിട്ടൊരു വ്ലോഗ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറച്ച് നേരം ഉണ്ടാവും. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാൻ പുറത്തേക്ക് അറിയുന്ന രീതിയിൽ അറിയുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ 10 രൂപ വരുമാനം
വരുമാനം ആവുമല്ലോ. ഇനിയിപ്പോൾ കടകളിൽ നിന്ന് നമുക്ക് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, രാത്രി ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യാമല്ലോ. സമയം ഇനിയിപ്പോൾ ഇതല്ല വേറേക്ക് തിരിയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു സൈഡായിട്ട് നമുക്കൊരു വരുമാനം, ഇപ്പോൾ നമുക്കൊരു വരുമാനം ആയില്ലോ, അങ്ങനെ നോക്കാമെന്ന് വിചാരിക്കണ്ടോ. ഒന്നാമത് എൻ്റെ മെഷീന് പൊട്ടയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് തിരിയാമെന്ന് വിചാരിക്കുന്നു. എന്നോട് ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അന്നൊന്നും എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് ടൈമുണ്ട്. ഷാജേട്ടൻ പുറത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യാൻ പോണതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം കുറച്ചുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് ചായ കുടിച്ചു, ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനി അങ്ങോട്ട് അടിച്ചു വാരി തുടയ്ക്കാൻ വിചാരിച്ചു. പൂജിട്ടി നീറ്റ പാടെ എല്ലായിടും അങ്ങോട്ട് അടിച്ചു വാരി ഇട്ടു കേട്ടോ. അതുകൊണ്ട് എനിക്ക് അടിച്ചു വാരേണ്ട പണിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എല്ലായിടും കൂടെ അങ്ങോട്ട് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. അപ്പോൾ അത് കാരണം മീൻ ഈ ചിക്കൻ ഇപ്പോൾ 2-3 ദിവസം ഉള്ളതുകൊണ്ടേ നമുക്കിപ്പോൾ ചിക്കൻ 2 ദിവസം 3 ദിവസമൊക്കെ ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസമൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ താളിപ്പും ചമ്മന്തിയൊക്കെ ആയിട്ട് അങ്ങനെ ആവണതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല കേട്ടോ. എന്താ വെച്ചാൽ അത് ഇഷ്ടമാവണമല്ലോ. എന്ന് വെച്ചാൽ എന്നിപ്പോൾ നമുക്ക് ഇറച്ചി മീനൊന്നും എന്നും കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല. ഈ ചൂടത്തൊക്കെ ചിക്കനൊക്കെ നടക്കണ കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിന്ന് നമ്മൾ എന്തെങ്കിലും തട്ടിപ്പും തിരക്കിടയിലും ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ആലസം പാടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തുടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന കുഞ്ഞു സ്ഥലം മാത്രമൊന്നും അല്ലാട്ടോ, അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെയൊക്കെ തുടച്ച് വരുമ്പോഴേക്കും ഒരു വ്ലോഗ് മൊത്തം തുടപ്പ് മാത്രമായി പോകും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തവരും കൂടെ ചെയ്യാണ്ട് കാണാണ്ടൊക്കെ പോയാലോ എന്ന് പേടിച്ചിട്ടാട്ടോ ഞാൻ കുറച്ച് മാത്രം കാണിക്കണേ. നമ്മുടെ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ നമ്മുടെ അവിടെയാണ് നമ്മുടെ ആ വേസ്റ്റ് ബിൻ വെച്ചിട്ടുള്ളത്. ഇത് കിട്ടിയത് തന്നെ വലിയ ആശ്വാസം കേട്ടോ. മറ്റേത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് സാധനം ഉണ്ടായിരുന്നില്ല. അപ്പം ഉള്ളത് ആ മുറത്തിലാക്കിയിട്ട് അവിടെ ഇങ്ങനെ കൊണ്ടിടണം. അപ്പം അതിന് നിൽക്കേണ്ട ആവശ്യമില്ല. രാവിലെ ആക്കിയാൽ വൈകിട്ട് അങ്ങോട്ട് ക്ലീൻ ആക്കി അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വെക്കാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് തിരുമ്പാൻ വേണ്ടിയിട്ട് കയറിയിട്ട് അപ്പോൾ ഈ കല്ലിൻ്റെ മേലെ കയറിയിരിക്കുന്നത് എന്താ വെച്ചാൽ പൈപ്പ് എന്നല്ലേ എന്നാ പിടിച്ചോ എന്ന് വെച്ചിട്ട് കുഞ്ഞു കുട്ടിയോട് ചൂച്ച് മുള്ളണ പോലെ വെള്ളം വരണുള്ളൂ. അപ്പോൾ അത് ബക്കറ്റ് നിറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൂജിട്ടിയോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരുമണ കല്ലിൽ പണ്ടൊക്കെ തോട്ടിലും കുളത്തിലൊക്കെ പോയാൽ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് പോണ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് തിരുമ്പണ കല്ലിൻ്റെ മേലെ ഇരുന്നിട്ട് 2 നുണയും കൊതിയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും. അതുപോലെ അവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴേക്കും ഇതാ വെള്ളം നിറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഇത് ഇനി അങ്ങോട്ട് തിരുമ്പിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ ഉണങ്ങിക്കോളും. മറ്റേത് ഇനി ചൂട് വെയിലായി കേട്ടോ. എന്നിട്ട് നീക്കാൻ തന്നെ ഇപ്പം പറഞ്ഞ പോലെ നേരം വൈകി പറഞ്ഞല്ലോ. പിന്നെ ചായ കുടിയും അടിച്ചു വാരി തുടയ്ക്കലും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനും പൂജ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അങ്ങനെ നിൽക്കലും. ഞാനങ്ങനെ കാര്യം പറഞ്ഞ് നിൽക്കില്ല കേട്ടോ. കാര്യം പറയണതിൻ്റെ കൂടെ എൻ്റെ പണിയും കൂടെ നടക്കും. പൂജിട്ടി കാര്യം പറഞ്ഞാൽ നിർത്ത് അങ്ങോട്ട് നിൽക്കും. അപ്പോൾ എൻ്റെ പണികൾ ഇവിടെ കഴിയുകയും ചെയ്യും, അവൾക്ക് എന്തെങ്കിലും കൊടുത്ത് അവിടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫുഡ് എന്തെങ്കിലും തട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ നിൽക്കുന്നത് കേട്ടോ. കണ്ണൻകുട്ടി ഇവിടെ ഉണ്ട്. അവനവിടെ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ഇവിടെ നല്ല വെയിലായി. മറ്റേത് നമ്മൾ തിരുമ്പി വരുമ്പോഴേക്കും ഇവിടെ വെയിലിങ്ങനെ വരേ ഉണ്ടായിരുന്നുള്ളൂല്ലോ. അപ്പോൾ 11:30-11:45 ആവാറായി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടപ്പേന്ന് തുടങ്ങും കേട്ടോ. നല്ല വെയിലാണ് ഈ ഭാഗത്ത്. നമ്മുടെ ചീരയൊക്കെ ചീര അങ്ങോട്ട് പുഷ്ടിച്ചങ്ങോട്ട് വളരണില്ല. എന്താണെന്നറിയില്ല, വളമൊന്നും ഇട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു. ഇതിൽ മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി നാളെ നമുക്ക് അതിലേക്ക് ഒരു ബക്കറ്റ് കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടെ ഉഷാറായിട്ട് വളരുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും അറിഞ്ഞ് പറയണം കേട്ടോ. അതിൽ ഇനി വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ, ഒന്ന് തഴച്ച് വളരാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം കറി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കിട്ടി. അതെന്നെ വലിയ സന്തോഷമായി തോന്നി കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ചുന്തരിമണിയായിട്ട് കണ്ണെഴുതി പൊട്ട് തൊട്ട് ഒരു കുറിയും വെച്ച് കഴിഞ്ഞാൽ മുടിയും കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആരോ ഒരാളായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ആരും അല്ല, എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ഒരുങ്ങാൻ വേണ്ടിയിട്ട്. ആരെ കാണിക്കാനാന്നൊക്കെ പറഞ്ഞാലും ആരും പറയുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാലും എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പൂജുട്ടിക്ക് എങ്ങനെയെങ്കിലും പോകുമ്പോഴേ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളൂ. അവൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വട്ട് പിടിച്ച ദിവസമൊക്കെ ആണെങ്കിൽ നല്ലോണം ഒരുങ്ങി നിൽക്കും. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പെൺകുട്ടികൾ ഒരുങ്ങി നിൽക്കണം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയോടൊന്നൊക്കെ മുരിങ്ങയൊക്കെ പറിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ കറിയെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് മുരിങ്ങ അങ്ങോട്ട് താളിക്കാം. 2 മുട്ട ഇരിക്കുന്നുണ്ട്. നല്ല മയോണൈസ് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചതിൻ്റെ ബാക്കിയിൽ അത് വെച്ചൊരു ഓംലെറ്റും അടിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ വേറെ വേണ്ടത്? ഇതിലപ്പുറം ഇനിയിപ്പോൾ വല്ലതും വേണോ? മുരിങ്ങ താളിപ്പ് മാത്രം മതി നമുക്ക് ചോറുണ്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈപ്പൊക്കെ കൊടുത്തിട്ട് ചോറുണ്ടുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടും. അത് കാരണം പണ്ടൊക്കെ അമ്മ വീട്ടിൽ എന്നും ചമ്മന്തി ആണെങ്കിൽ ഇല്ലാത്ത കാലമൊക്കെ ആകുമ്പോൾ ഒരു 3-4 ദിവസം അടുപ്പിച്ച് അച്ഛന് പണിയില്ലാത്ത ദിവസമൊക്കെ ചമ്മന്തി ആണെങ്കിൽ എന്നും തന്നെ ചോദിച്ചിട്ട് ഹാലിളകുക ഞാനാണേ. വീട്ടിൽ അധികം കൂട്ടിക്കുറുമ്പ് കാട്ടുന്ന ആൾ ഞാനായിരുന്നു. എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ കടന്നിട്ട് ഹാലിളകും. അപ്പം അമ്മ ഈ ചോറും ചമ്മന്തിയും കൂടെ പൊനച്ചിട്ട് കുഴച്ചിട്ട് എനിക്ക് വാരി തരും. ഒരൊറ്റ കിണ്ണം ചോറ് ഞാൻ 2 രൂപയിൽ തിന്നും കേട്ടോ. അതിന് എന്ത് ടേസ്റ്റ് ആവും എന്നറിയോ? അതുപോലെ അമ്മ ഹൈപ്പം കിട്ടിട്ടും അങ്ങനെ മുളക് ചുട്ട് ഉള്ളി ചുട്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചോറ് സൈക്കിൾ പോണ പോലെ അറിയില്ല. അതുപോലത്തെ ഐഡിയ ആണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. മുരിങ്ങത്താളിപ്പിനൊക്കെ നല്ല ഹൈപ്പ് കൊടുത്തിട്ട് പിള്ളേരെ ഇരുത്തി അങ്ങോട്ട് തീറ്റിപ്പിക്കും.
നമ്മൾ ഒരു 3, 4, 5 പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. മുരിങ്ങയില ഊരൽ കഴിഞ്ഞ് അത് ആക്കിയപ്പോഴേക്കും ഞാൻ എന്താക്കി വെച്ചാൽ ആ 4 പപ്പടം കൂടെ അങ്ങോട്ട് പൊട്ടിച്ച് കാച്ചാൻ വിചാരിച്ചു. ഇതും എൻ്റെ അമ്മയുടെ ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. പണ്ടില്ലാത്ത സമയത്താണെങ്കിൽ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നുറുക്കിയിട്ട് അങ്ങോട്ട് കാച്ചും. അപ്പോൾ അതാ നമ്മൾ നുറുക്കി കാച്ചി ഇവിടെ ഒരു പപ്പടക്കൂട്ടം ഉണ്ടല്ലോ, അവന് തന്നെ തികയില്ലേ 4 എണ്ണം. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് വറുത്ത് വെച്ചു. ആ എണ്ണയിൽ തന്നെ നമ്മുടെ ചെറുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ അങ്ങോട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ ഇനി പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും വെറുതെ ചുമ്മാ വീഡിയോ എടുത്തതല്ലേ അങ്ങോട്ട് പറയാൻ വിചാരിച്ചു. അതിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ മുരിങ്ങയൊക്കെ ഇങ്ങോട്ട് കഴുകാൻ വേണ്ടിയിട്ടാണ്, പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കഴുകിയിട്ട് ഒന്നും ഇങ്ങോട്ട് ഊറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഇടാമല്ലോ. അത് കാരണം അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഉള്ളിയും ഇതൊക്കെ കൊണ്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ മുരിങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി മറിച്ചിട്ട് പാകത്തിന് വെള്ളം, ചിലർ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും. എനിക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴല്ലേ എനിക്ക് എന്തോ ഒരു ഇഷ്ടമല്ല, അങ്ങനെ കുറുന്നനെ പോലെ തോന്നും. എനിക്ക് പച്ചവെള്ളം ഒഴിക്കാനാണ് ഇഷ്ടം. ഇല്ലെങ്കിൽ പിന്നെ മുരിങ്ങയും പരിപ്പും കൂടെ, മുരിങ്ങയും ചക്കക്കുരും കൂടെ ഒക്കെ വെക്കുക, അതാണെങ്കിലും ടേസ്റ്റാണ്. ഇങ്ങനെ താളിച്ച് കഴിഞ്ഞാലും ഇവിടെ ഇലവർഗ്ഗങ്ങൾ എന്തായാലും കുട്ടികൾക്കും സീനില്ല, നമുക്ക് അത്രയും സീനില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ ദാ മുരിങ്ങയുടെ ഇലയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി മറിച്ചിട്ട് പാകത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് അങ്ങോട്ട് അടച്ചു വയ്ക്കുക. അത് ദാന്ന് പറഞ്ഞ പോലെ വെന്തോളൂ കേട്ടോ. ഈ ചുരിദാർ സാരി വെട്ടി അടിച്ചിട്ട് ഉള്ളതാട്ടോ. എൻ്റെ ഏടത്തിയമ്മ തന്നതായിരുന്നു. എൻ്റെ ഏടത്തിയമ്മയുടെ സാരിയാണ്. അപ്പോൾ അതിന്ന് ഏടത്തിയമ്മയ്ക്കും ചുരിദാർ വെട്ടി തയ്ച്ചു കൊടുത്തു. ശ്രുതിക്കും നാത്തൂമാർക്ക് 2 ആൾക്കും, പിന്നെ അതിൽ ബാക്കി തുണി കൊണ്ട് എനിക്കും. അങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ തപ്പിയോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ ഒരുപാട് സാരികൾ നമ്മൾ യൂസ് ചെയ്യാത്ത അമ്മയുടെയും ഒക്കെ ഉള്ള സാരികളൊക്കെ വെട്ടിയിട്ട് ഞാനിങ്ങനെ ചുരിദാർ തുന്നും കേട്ടോ. എന്നാൽ നമുക്ക് ഡെയിലി വീട്ടിലിടാൻ വേണ്ടിയിട്ട് സുഖമല്ലേ, എളുപ്പമാണ്. പിന്നെ തുന്നും നമുക്ക് തുന്നാൻ അറിയണ കൊണ്ട് ഈ ഉടുക്കാണ്ട് അങ്ങനെ ഇരിക്കുന്ന സാരികളല്ലേ, അതുകൊണ്ട് വലിയ സീനില്ലല്ലോ. നമുക്ക് ഒരു നേരം ഇടാൻ വേണ്ടിയിട്ടായി ഒരുപാട് നിൽക്കും കേട്ടോ, ലോങ് നിൽക്കും നമുക്ക് ഈ വക തുണികളൊക്കെ, കളറും പോവില്ല. അപ്പം നമ്മുടെ മുരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തത് തിളയ്ക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഞാനൊരു സവാളയും പച്ചമുളകും കൂടെ ഒക്കെ റെഡി ആക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കൊത്തി അരിയാൻ വേണ്ടിയിട്ട് ഈ 2 മുട്ട നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് ഡബിൾ ഓംലെറ്റ് അടിച്ചിട്ട് അങ്ങോട്ട് പീസാക്കാം. അല്ലാതെ ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് അടിക്കാൻ വേണ്ടിയിട്ടില്ല. ഇങ്ങനെ കുത്തിപ്പൊരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇപ്പം ഇന്ന് വിചാരിച്ചു ഓംലെറ്റ് അടിക്കാമെന്നുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും പച്ചമുളകും മുട്ടയൊക്കെ കൊത്തി പൊട്ടിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇളക്കി വെച്ചിട്ട് നമുക്കിനി അപ്പുറത്ത് അതും കൂടെ ആക്കി കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് മാമുണ്ട്. എന്നാൽ ആർക്കും വിശക്കണില്ല കേട്ടോ. ഈ 2 പൊറോട്ട ഒക്കെ കഴിച്ചിട്ടേ വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് വയറ് നിറച്ചിരിക്കുക, ആർക്കും ആവശ്യമില്ല. എന്തായാലും ആ കറക്റ്റ് സമയത്ത് നമുക്ക് 2 വറ്റെങ്കിലും 2 വറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കയറില്ലല്ലോ. മറ്റേത് ഈ പൊറോട്ട ഈ ചൂടത്ത് നല്ലതൊന്നുമല്ല. എപ്പോഴെങ്കിലൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാറുള്ളൂ. മുന്നൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിച്ചായിരുന്നു. ഇപ്പോൾ അങ്ങനെ എല്ലപ്പോഴും ഒക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് കാരണം അതൊക്കെ കഴിച്ചിട്ട് ആർക്കും വിശക്കണമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ആയതുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയുടെ ഇല അങ്ങോട്ട് ആയപ്പോൾ അപ്പുറത്തേക്ക് മാറ്റി വെച്ച് ഒരു സിമ്മിലേക്ക് അങ്ങനെ കിടക്കട്ടെ, ഒന്നും കൂടെ അവിടെ ആവട്ടെ വെച്ചിട്ട് നമ്മുടെ ഓംലെറ്റ് അടിച്ചു. അപ്പുറമൊക്കെ തിരിച്ച് മറിച്ചിട്ട് സെറ്റ് ചെയ്തു. ഇനി ഒരു കഷ്ണം മുറിച്ച് ആക്കി വെച്ച് കഴിഞ്ഞാൽ മാമുണ്ണാൻ വേണ്ടിയിട്ട് വിളമ്പത് ഷോർട്സിൻ്റെ ഞാൻ അതിലേക്ക് എടുത്തിട്ടതാണ് കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചത് ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ അതാ നമ്മുടെ ചോറും ചീര കൂട്ടാനും ഓംലെറ്റും പിന്നെ പപ്പടം പൊട്ടിച്ചതും ഇനി പിന്നെ നമ്മുടെ കുറച്ചും കൂടെ വിഷുവിൻ്റെ പുളിയഞ്ചിരിക്കുന്നുണ്ട്, അതും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് മാമുണ്ടാന്ന് വിചാരിച്ചു. എന്നത്തെയും പോലെ അങ്ങനെ പുറത്ത് വന്നിരുന്നാലാണ് എനിക്ക് ഫുഡ് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം ഉമ്മർത്ത് വന്നിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ നമ്മുടെ ബ്ലോഗിൽ ഇനി കാണിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴല്ല കേട്ടോ. ഫുഡ് കഴിക്കൽ കഴിഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് കിടന്നു, വീഡിയോ ഒക്കെ കണ്ടു, എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നീറ്റും. ഇനി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ബർത്ത്ഡേക്ക് കിട്ടിയതാണ് കേട്ടോ. എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട ഒരു സംഭവം, പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ, നമുക്ക് പ്രതീക്ഷിച്ചിട്ട് കിട്ടിയാലും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയാലും കിട്ടുന്ന ഗിഫ്റ്റൊക്കെ നമുക്ക് വാല്യൂ ഉള്ളത് തന്നെയാണ്. പക്ഷെ ഇത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണ്. അപ്പോൾ അതിങ്ങനെ ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇന്നലെ കാണിക്കേണ്ടതാട്ടോ. ഇന്നലെ പക്ഷെ ആ പൂരത്തിന് ഇറങ്ങുന്ന സമയത്താണ് എനിക്ക് തന്നത്. അപ്പോൾ പിന്നെ ആ ഒരു നേരത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നല്ലേ വേഗം സന്തോഷത്തിൽ കിട്ടിയ പാടം അവിടെ കൊണ്ടുവച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതാണ് അത്, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഡിമ്മായി അങ്ങനെ നിന്നിട്ടാണ്. ഇത് ശരത്തും കൂടെ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഞാനിത് നമ്മൾ സ്റ്റാറ്റസ് ഇപ്പോൾ ബർത്ത്ഡേക്ക് ആ ടോപ്പ് സ്റ്റിച്ച് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോ തന്നെയാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തും ഇൻസ്റ്റയിലും ഒക്കെ ചെയ്തതൊക്കെ ഇതിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി, പൂജിറ്റിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു റിങ്ങും കാണല്ലേ ഇതാ. അപ്പോൾ അതും പിന്നെ ടോപ്പ് മുന്നേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇട്ടു. കേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്, അതും നമ്മൾ മുറിച്ചു. പിന്നെ പൂജിറ്റിയും കണ്ണൻകുട്ടിയും കൂടെ ക്യാഷ് തന്നിട്ടുണ്ട്. ഞാനത് ഒന്നും വാങ്ങിയിട്ടില്ല. ആ ടോപ്പ് ക്യാഷ് പ്രൈസ് മോളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അത് ഞാനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. 200 രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഞാനതിന് അങ്ങനല്ല, എന്തെങ്കിലും മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ വെച്ചിരിക്കാം.
ശരിക്കും നല്ല ഇഷ്ടമായിട്ട്. എൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം എനിക്ക് പൂജയ്ക്കൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്ന് അതിൻ്റെ ചെറുതിലെ അതിന് പറ്റുന്ന രീതിക്കൊക്കെ. പക്ഷെ അവൾ എന്ത് ചെയ്യും അറിയോ, എന്താ പറഞ്ഞാ എഡിറ്റ് ചെയ്യൂ അല്ലേ എൻ്റെ ഫോട്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ ഷാജന്റെ ഫോട്ടോ കുത്തി കയറ്റും. പിന്നെ പുറത്ത് അമ്മ ഉണ്ടെങ്കിൽ അമ്മ, അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛൻ, അങ്ങനെ എല്ലാവരും അവള് എന്താ പറയാ, ആർക്കും ഇനിയിപ്പോ ഒരു ഫീല് വരണ്ടെന്ന് വെച്ചാൽ. പക്ഷെ എൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ എന്തോ ആണ് ഒറ്റയ്ക്കുള്ളൊരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. അപ്പൊ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഒന്നും പ്രതീക്ഷിക്കാണ്ടിരുന്നപ്പോൾ നമുക്ക് ഒരുപാട്, ഇതൊക്കെ തന്നെ വലുതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതുപോലെ ലൈവ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാനത് ചെയ്യലുണ്ടാവില്ല. ഞാൻ ലൈവ് നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ലൈവ് പോകാൻ വിചാരിക്കുന്നു. പോവാൻ നമുക്ക് പറ്റുന്ന ടൈം എന്ന് പറയുന്നത് 2 മണി അല്ലെങ്കിൽ 3 മണിയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ടൈം ഇല്ല. നൈറ്റ് എന്തായാലും ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്, എന്താ വെച്ചാൽ ലൈവ് ഇപ്പോൾ കറക്റ്റ് ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ഒരു ദിവസമാണെങ്കിൽ പിന്നെ എനിക്ക് കമ്മ്യൂണിറ്റിയിൽ വേറെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ലൈവ് എന്താ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആ സമയത്ത് വരാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വരണം, നല്ലത്. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ കൂടെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു.